ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞാനിവിടെ 4 മീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മസാലക്കൂട്ട് തന്നെയാണ്. ഇനി ഈ മസാലക്കൂട്ടെല്ലാം കൂടി ഈ മീനിൽ ആഡ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള അടുത്ത കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ്. മിക്സിയുടെ ഒരു ജാറെടുത്ത് ഒരു 7-8 വറ്റൽമുളക്, ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ശേഷം ഒരു പിടി തേങ്ങ ഇത് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന മീനുകളെല്ലാം കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 പുറവും ഫ്രൈ ആയ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിന് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒരടപ്പ് കൊണ്ടിത് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ആ കൂട്ടും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന് ഇനി നമുക്ക് മറിച്ചിട്ട ശേഷം 5-10 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആകുന്നത് വരെ ഇട്ടേക്കാം. ശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.